അല്ല നിത്യ എന്തേ? നിത്യ Hey, careful. എന്തേലും സഹായം വേണോ? ഇത് കൺമണിയല്ലേ? അയ്യേ, നീ ഇന്നലെ കിടന്ന് കരഞ്ഞോണ്ടിരിക്കുന്നേ? ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ ചായ കുടിക്കാൻ പോയല്ലേ. അവളുടെ അമ്മൂമ്മയുടെ ചായ ഞാൻ പേടിച്ചു പോയി. എന്നിട്ട് കേടായിരുന്നു. എടാ നീ എന്നാ നോക്കിയിരിക്കാവാ? ഇത് ഏത് പെണ്ണത്? എനിക്കറിഞ്ഞൂടാ, ഞാൻ അറിയാതെ വന്ന് തട്ടിയതാ. അപ്പൊ ഈ കൊച്ചു കിടന്ന് കരഞ്ഞോണ്ടിരുന്നു. എന്നാ പിന്നെ സഹായിക്കാന്ന് പറഞ്ഞ് ചെന്നപ്പോഴത്തേക്കും ഈ കൊച്ചു അങ്ങോട്ട് വന്നു. നമുക്ക് പോകാം, എന്നാവാ. ഈ പ്രദേശത്തൊക്കെ ഇത്രയും ക്യൂട്ടായ ആൾക്കാരൊക്കെ. നീ എന്താ വെറുതെ കരഞ്ഞോണ്ടിരിക്കുന്നത്? നീ കാര്യം എന്താന്ന് പറയടി. എടി, ഞാനൊരു സ്വപ്നം കണ്ടടി. നമ്മളെ എൻ്റെ മാമി പിടിച്ചോണ്ട് പോകുന്നത് ആ ചെറുക്കനും ഉണ്ടായിരുന്നു. ഏതാ അപ്പൂപ്പനോ? എന്താ അതുകൊണ്ടാണ് നീ പേടിച്ചു പോയത്? ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് നിനക്കറിയില്ലേ? പെട്ടെന്ന് എന്നിട്ടിപ്പം നിന്നെ കണ്ടില്ല. ആ സ്വപ്നത്തിൽ അതുപോലെ തന്നെയായിരുന്നു. ആണോ? സാരമില്ലടി. എന്റെ പൊന്നടി, വായ അടിച്ചു വെക്കുന്നതാണ് കെടുത്തല്ലേ. എടി, ഇത് ഞാൻ വല്ല ട്രെയിനാണ്. ഇതെന്നാ നിക്കാത്തേ? അവിടെ നിക്കാൻ പറയടി. ഏയ്, അതൊക്കെ അവിടെ നിന്നോളും, നീ പേടിക്കണ്ട. അവരെന്നെ നിർത്തിച്ചോളും, നമ്മളായിട്ട് നിർത്താൻ നിക്കണ്ടേ കേട്ടോ. ഞാനിത് ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ആകാംക്ഷയുണ്ട്. അയ്യടാ, ഇതാ ഇവിടെ നിന്നു, ബാ കേറാം. എടി, നിനക്ക് ഏതാ കിട്ടേ? 29. അയ്യോ, എനിക്ക് 42. 29 ആരാന്ന് നമുക്ക് നോക്കാം, എന്നിട്ട് അവിടെ പോയിരിക്കാം. അയ്യോ, നീ 42 പോയിരുന്നോടി, ഞാൻ വിട്ടിത്തോളും. അല്ലല്ല, നേരത്തെ നീ അങ്ങനെയല്ലല്ലോ പറഞ്ഞേ. മറ്റവന് അപ്പുറത്തിരിക്കുന്ന സീറ്റിനോട് ചോദിച്ചിട്ട് അപ്പുറത്ത് പോയിരിക്കാനാണല്ലേ. നീ എന്നിപ്പോ വാക്ക് മാറ്റിയത് പെട്ടെന്ന്? അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാ. നമ്മൾ റൂൾസ് ഫോളോ ചെയ്യണം കേട്ടോ. ആ ചെറുക്കനെ കണ്ടപ്പോ അല്ലേ നിനക്ക് ഇത്രക്ക് തുള്ളക്കം? കൊച്ചു കളിക്ക് മനസ്സിലായില്ലേ? 42 പോയിരുന്നു. ഓടിക്കോഴി, ഞാൻ പോയിരിക്കാൻ വേണ്ടി പോവാം. ബൈ. അയ്യോ, എന്തൊരു സുഖം, എന്തൊരു സുഖം. അതെ, ഞാൻ എവിടെ ഇരുന്നോട്ടെ. വേണ്ടായിരുന്നു. ചേട്ടാ, ഇത്ര നീങ്ങി തരോ? ഞാൻ അവിടെ ഇരുന്നോട്ടെ. പിന്നെ ഇരുന്നു. ഇത് മറ്റേ പെണ്ണല്ലേ? ഇതാരത്? നീയോ? നിങ്ങൾ ഇതേ വണ്ടിയിലാ പോന്നേ? അതെ, ഞങ്ങള് ബാംഗ്ലൂരിലേക്കാ പോകുന്നത്. അല്ല, നിന്റെ കൂടെ വേറെ ഒരുത്തേം കൂടി ഉണ്ടായിരുന്നല്ലോ, അവളെന്തിയ? ഓ, അവൾക്ക് എന്റെ അടുത്തുള്ള സീറ്റ് കിട്ടിയില്ല. മീറ്റു, എനിക്കങ്ങനെ തന്നെയാ. കൂടെയുള്ള ആളാരായിരുന്നു? ഓ, അതെന്റെ ചേട്ടനാ. അയാളുടെ കൂടെയാ ഇവള് പോയിരിക്കുന്നത്. ഓഹോ, അടുത്തുള്ള സീറ്റ് നിങ്ങളുടെ ആയിരുന്നല്ലേ? അതെ. ഓ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്റെ ചേട്ടന്റെ കൂടെ ഇരിക്കുന്ന സീറ്റ് എനിക്ക് തരാവോ? എനിക്ക് ചേട്ടന്റെ കൂടെ ഇരിക്കണം താല്പര്യം. അയ്യോ, എനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിലും വേറെ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതാർക്ക്? വേറെ ആരും അല്ല, നമ്മുടെ നിത്യക്ക് തന്നെ. നിത്യയോ? അവളുടെ പേര് നിത്യ? അവളുടെ പേര് നിത്യ, എന്റെ പേര് കൺമണി. ഐശ്വര്യന്റെ പേര് ഇവാൻ, പിന്നെ എന്റെ ചേട്ടന്റെ പേര് ധ്രുവ. ഓ, ആണോ?
ചേച്ചി പിന്നെ മിനി എന്താ കിടന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്റെ ജീവിതത്തിലെ കടന്നുപോയതൊന്നും നിനക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് നീ ഇങ്ങനെ പറയുന്നത്. എന്ത് മറക്കാൻ പറ്റാത്ത അനുഭവം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലേ? തോന്നി നിങ്ങളുടെ മുഖം കണ്ടു. ഇപ്പോഴും വേദനിപ്പിക്കുന്നത് പഴയ കാര്യത്തെക്കുറിച്ചല്ലേ? അത് നീ മാർക്ക്. ഞാനൊരു കാര്യം പറയട്ടെ, പഴയത് കാര്യങ്ങൾ അവിടെ നടന്നു. ഇനി അത് നിനക്ക് തിരിച്ചു പോകാനും പറ്റത്തില്ല. പിന്നെ എന്തിനാ നീ അത് ആലോചിച്ചിട്ടെന്ന് കരയുന്നത്? നീ നിന്നെ തന്നെ കൂടുതൽ വേദനിപ്പിക്കാതെ നീ അതിൽ നിന്ന് ഒഴിവായി ലൈഫിൽ ഒരു കാര്യം ആലോചിച്ച് തന്നെ സ്റ്റെക്കാതെ നിൽക്കാതെ പുതിയ കാര്യത്തിലേക്ക് തുടരാൻ നോക്ക്. അതായിരിക്കും നിനക്കും നല്ലത്. ജീവിതം ഒന്നേ ഉള്ളൂ, അത് നീ സന്തോഷിച്ചോട് ജീവിക്കാം. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ ഈ നമ്പർ എന്നെ വിളിച്ചാൽ മതി. എന്താ അവനോട് മിണ്ട? ആവശ്യമില്ലാത്ത സമയത്തൊന്നും എന്നെ പുതിയ ഓടൂല. പ്ലാൻ കിട്ടി. പൈസ 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 മാറിക്കടാ. എന്തേ പൈസ എടുക്കണ്ടേ? പൈസ എടുക്ക്. ഞാൻ ആരാന്നറിയില്ലാത്തതുകൊണ്ടാ. സാരമില്ല, പൈസ ഞാൻ തരാം. ഞാനിപ്പോ ഡ്യൂട്ടിക്കല്ലാത്തതുകൊണ്ട്. ഇവന്മാരെ നന്നായി വരും. എന്തായാലും നിന്റെ ഭർത്താവ് വേണോ? എന്തായാലും നല്ല മനുഷ്യൻ തന്നെ. ഭർത്താവ് അതിനെ ഇഷ്ടപ്പെട്ടു. അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. കുറേ പേരുണ്ട് ഇങ്ങനെ ട്രാൻസ്ജെൻഡർ എന്ന പേരിൽ നടക്കുന്നത്. ട്രാൻസ്ജെൻഡർമാർക്ക് തന്നെ നാണക്കേടാ. അങ്ങനെ അല്ല, നീ ഞാൻ അവിടെ നിന്ന് കണ്ട ആ പെണ്ണല്ലേ? അത് ഞാൻ തന്നെയാ. സോറി, എനിക്കത് പറയാൻ പറ്റില്ല. വേണമെങ്കിൽ എന്നെ കെട്ടിയാൽ ഞാൻ പറയാം. എന്തോന്ന്? ഞാനിപ്പോ എന്താ പറഞ്ഞേ? അത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലെന്ന്. സത്യം നിങ്ങൾ പറയാവോ? ഞാൻ സാധാരണ സത്യം മാത്രമേ പറയുള്ളൂ. നിങ്ങൾ ശരിക്കും ഒളിച്ചോടി വന്നല്ലേ? എന്തോന്ന്? ഏതൊരു പോലീസുകാർക്കും കള്ളനെ തിരിയാനുള്ള ഇതൊക്കെയുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങൾ എവിടുന്ന് ഒളിച്ചോടി വന്നതാണ്. സാർ എന്ത് കോമഡിയാണ് പറയുന്നേ? ഞങ്ങൾ ഒളിച്ചോടി ഒന്നല്ല വന്നത്. ഇത്രയും പ്രായം കുറഞ്ഞ ആളെ കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന്. ഐ ആം എ പോലീസ്. അപ്പം എനിക്ക് മനസ്സിലാവും നിങ്ങൾ ഒളിച്ചോടി വന്നതാണോ അല്ലയോന്ന്. നിങ്ങൾ ഇത്ര യങ് ആയതുകൊണ്ടാണ് എനിക്ക് പിടികിട്ടിയത്. പിന്നെ നിങ്ങൾ ആ കരച്ചിലും ബസ്സിലെല്ലാം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. നേരെ ബാംഗ്ലൂരിൽ ഞാൻ എൻ്റെ ആൾക്കാരോട് പറഞ്ഞ് നിങ്ങൾ തിരിച്ചു വിടാം. സേഫായിട്ട് നിങ്ങൾ പേരൻസിൻ്റെ അടുത്ത് പോയിട്ടു. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഞങ്ങൾ ഒളിച്ചോടി ഒന്നല്ല വന്നത്. ലേഡി, നിങ്ങൾ സത്യം മാത്രം പറയുള്ളൂ പറഞ്ഞ് പിന്നെ എന്താ കള്ളം പറയുന്നത്? നിങ്ങൾ പറഞ്ഞത് ശരിയാ, ഞങ്ങൾ ഒളിച്ചോടി വന്നത്. പക്ഷെ ഇതാരും അറിയാൻ പാടില്ല. ഞങ്ങൾ വേണ്ടാതിനെ ഒന്നുമല്ല. ഞങ്ങൾക്ക് അത്രയ്ക്ക് ഹറാസ്മെൻറ്റ് കിട്ടിയിട്ട അതുകൊണ്ടാ. പ്ലീസ് സാർ. എല്ലാ പിള്ളേരുടെയും സ്ഥിരം ഡയലോഗ്. സാറേ പ്ലീസ്, ഞാൻ പറയുന്നത് കേക്ക്. നിന്റെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട് സാറേ. മിണ്ടാതിരുന്നു. ഇതാരെയും വിളിച്ചറിയാനും പാടില്ല. ഞങ്ങൾ അനുഭവിച്ചത് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. പ്ലീസ്, ഞങ്ങൾക്ക് ജീവിക്കാൻ വിടണം. പ്ലീസ് സാർ. അപ്പം നിങ്ങൾ സ്ട്രെയിറ്റ് അല്ല, മനസ്സിലായി? ഇത് അതിനുള്ളത് വേണ്ടാതിരിയാണ് പറഞ്ഞത്. എന്നെ അടിച്ചെന്നത് എനിക്കൊരു ഈഗോ ഇല്ല. നീ സത്യം പറയാമെന്നൊന്നും നോക്കിയതാ. എനിവേസ്, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറ. സാർ, എനിക്കിത്തിരി സമാധാനം വേണം എല്ലാ കാര്യം പറയാൻ. എനിക്കിപ്പോൾ എന്തായാലും പറയാൻ പറ്റത്തില്ല. എനിക്ക് എപ്പോൾ വേണമെങ്കിലും എന്നോട് ആ കാര്യം പറയാം. ഞാൻ എപ്പോഴും ഫ്രീ ആയിരിക്കും. നിനക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാം. എനിക്ക് മനസ്സിലാവേണ്ട സിറ്റുവേഷൻ. ഐ എം സോറി ഫോർ നിങ്ങളെ തിരക്കി ട്രബിൾ. ശരി. ഏട്ടായി, അവരെ കാണാനില്ല. ആരെ കാണാനില്ലെന്നു? കൺമണി. പതിയെ സംസാരിക്ക്. ഓ, എന്നെ പേടിയുണ്ടല്ലേ? മോൻ എന്താണ് ഇന്ന് നേരത്തെ എണീറ്റ്? ഞാൻ എപ്പോ വേണമെങ്കിലും എണീക്കും. അത് എന്റെ തീരുമാനമാണ്. എനിക്കിപ്പോ കൺമണീനെ കാണണം. അവള് റൂം തുറന്നാ ഓക്കെ. ചിലപ്പോ മോള് കിച്ചണിൽ കാണുമല്ലായിരിക്കും. ഞാൻ അടുപ്പിൽ നോക്കിട്ട് വരാം. ശരിക്കും പറയാലോ, അവളെ കാണാനില്ല. ഓ, അവളെ കാണാനില്ലല്ലേ? എന്നാ പിന്നെ എനിക്ക് അവളെ വേണം. ഞാൻ മലയാളത്തിലല്ലടാ നിന്നോട് പറഞ്ഞ സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. അവളെ കാണാനില്ല. അവളെ പോയി കണ്ടുപിടിക്കണം. ഓ, ഞാൻ പോയി കണ്ടുപിടിക്കണല്ലേ?
എന്റെ അവള് എനിക്ക് തന്നെ വേണം. പണ്ട് മുതൽ നിങ്ങൾ പറഞ്ഞു വെച്ചതല്ലേ ഞാനും അവളുമായിട്ട് കെട്ടുവന്ന്. അപ്പോ അവൾ എന്റേത് തന്നെ. നിങ്ങൾ ഇനി അവളെ കണ്ടുപിടിച്ചോണ്ട് വന്നില്ലെങ്കിൽ തന്തയും തള്ളയാതെ ഞാൻ നോക്കൂല. അപ്പൊ ഞാൻ കൊല്ലും, കേട്ടോ? നിന്റെ ഉപദ്രവം കാണാതിരിക്കും അവളെ ഓടിപ്പോയത്. തള്ളേ, ഇപ്പൊ തന്നെ ഞാൻ നിങ്ങളെ കൊല്ലും. അല്ല പിന്നെ മിണ്ടാതിരുന്നോ? എന്നാ ഞാൻ മാത്രം ഉദ്ധരിക്കുന്നതാണോ? കള്ളം പറയില്ല തള്ളേ. നിങ്ങൾ ഈ വീട്ടിലെ സകല പണി അവളെ കൊണ്ട് ചെയ്യും. എന്നിട്ടോ നിങ്ങൾ ഉപദ്രവിച്ചിരുന്ന കണ്ട പേര് ദോഷമല്ലേ എനിക്കാണ് തരുന്നത് തള്ളേ. മുണ്ടാതെ വഴിക്കാണ് നിന്നാ മതി. ഓഹോ, ഞാൻ പറയുന്നതിനല്ല കുഴപ്പം. എന്നാ പിന്നെ ഞാൻ മിണ്ടായിരുന്നോളാം. പൂക്കമ്പലം തറവാട്ടില് ഇങ്ങനെ ഒരു നാണക്കേട് ഇവിടെ ഉണ്ടാക്കരുത്. ഇത് നമ്മുടെ അഭിമാന പ്രശ്ന. അതുകൊണ്ട് എവിടെയാണെങ്കിലും അവളെ നമ്മൾ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകണം. എന്നിട്ട് ഇവനുമായിട്ട് കല്യാണം ഉറപ്പിക്കണം. അത് പണ്ടേ നമ്മൾ പറഞ്ഞതാ. പിന്നെ ദാ മോനെ, നീ എന്റെ മോനായതുകൊണ്ട് ഞാൻ നിന്നോട് ഒന്നും മിണ്ടാതിരുന്നേ. അധികം ഇളക്കാൻ നിൽക്കേണ്ടതാ. നിനക്കറിയാലോ എന്നെ. അവൻ വന്നേക്കൊന്ന് പേടിപ്പിക്കാൻ. അവരൊക്കെ നിന്റെ ചെക്കന്മാരോട്, അല്ലാതെ എന്റെ അടുത്ത് വന്ന് കാണിക്കരുത് കേട്ടാ. ഓ, ഞാൻ അച്ഛനെ പോലെ ആക്കാൻ ശ്രമിച്ചതാ. എന്തായില്ലേ? നിന്റെ ഓരോ ആറ്റിന് ഞാൻ പേടിച്ചു പോയി. നിനക്ക് എന്താ ഇപ്പൊ എന്താ പറ്റിയെന്ന് വിചാരിച്ച് സമാധാനിക്കണ്ട. ഞാൻ കൊല്ലുമെന്ന് വെച്ചാൽ കൊല്ലും. അതുകൊണ്ട് അവൾ എന്റേതാണ്. പിന്നെ സിത്തുകുണ്ടനോട് പറയണം, കേട്ടോ? അവനോട് തപ്പമ്മി പറയണം. ഇത് പിന്നെ പുറത്തുള്ള ആൾക്കാർ ആരും അറിയരുത്. നമ്മുടെ പൂക്കാമ്പലം തറവാട്ടിലെ അഭിമാനമാക്കരുത്. അച്ഛാ, ഞാൻ പോവാണ്. അവരോടൊക്കെ പോയി പറഞ്ഞിട്ട് വരാം. ഞാൻ പറഞ്ഞത് നിനക്ക് വല്ല ഫീലായോ? ഏയ്, ഇതൊക്കെ ചെറുത്. ഇതിനേക്കാളും വലുതൊക്കെ എനിക്ക് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിക്കണ്ട. അല്ല, നിങ്ങൾ എന്താ ബാംഗ്ലൂരിലേക്ക് പോകുന്നത്? അവിടെ അറിയാവുന്ന ആൾക്കാർ വല്ലതും? ഇല്ല, ഇപ്പൊ അറിയുന്നത് നിങ്ങളെ മാത്രമേ ഉള്ളൂ. ഓ, അപ്പൊ ആദ്യമായിട്ടാണല്ലേ പോകുന്നത്? എന്തായാലും എന്റെ ആ നമ്പർ വിളിച്ചാൽ മതി. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വരും. ആ, ഞാൻ എന്തായാലും നിങ്ങളെ വിളിക്കാലോ. ഏഹ്? അയ്യോ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. എന്തേലും സഹായിക്കാൻ വേണ്ടി വിളിക്കാം. ഓഹോ, നല്ല മുടിയുണ്ടല്ലോ നിനക്ക്. നേരത്തെ കെട്ടി വെച്ചുകൊണ്ട് ഒന്നും കണ്ടില്ലായിരുന്നു. ഞാന് മാത്രമല്ല മുടി വളർത്തുന്നത്, എന്റെ കൂടെ വന്നവളും മുടി വളർത്തുന്നത്. ഞങ്ങൾ രണ്ടും ഒരുമിച്ച് മുടി വളർത്താൻ തുടങ്ങിയതാ. എന്തായാലും നിന്റെ മുടി കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്കിങ്ങനെ നീളമുള്ള മുടി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓ, ആണോ? എനിക്കൊരു ഗേൾഫ്രണ്ട് ഉണ്ട്. അവൾ എപ്പോഴും ഷോർട്ട് അടിച്ച് നടക്കുന്നത്. പക്ഷെ എനിക്ക് മുടിയുള്ള ആൾക്കാരെ ഭയങ്കര ഇഷ്ടം. ഗേൾ ഫ്രണ്ട് ഒന്നല്ലേ? അതെ, എനിക്കുണ്ട്. ഗേൾ ഫ്രണ്ട് എന്ന് വെച്ചാൽ എന്നാ? അറിയില്ല. ആ, കാമുകി. പക്ഷേ ഓ, ആണോ? ഞാൻ ശരി പോയിരിക്കാൻ പോവാ. എന്നാ പിന്നെ നീ സീറ്റിൽ പോയിരുന്നോ? ഞാൻ ഇത്തിരി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരും. പറഞ്ഞു പോലെ ഞാൻ കാര്യം ചോദിക്കാൻ വിട്ടുപോയി. നിങ്ങളെന്താ ചെയ്യുന്നത്? ഞാൻ ആ കോളേജിലെ ഒരു പ്രൊഫസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ചേട്ടൻ പോലീസായിട്ടാണ്. അയ്യോ, ഇത് സാറായിരുന്നല്ലേ? ആ, അതെ അതെ അതെ. അപ്പം മറ്റേ ചേട്ടൻ പോലീസാണല്ലേ? നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? അതോ, എനിക്ക് വലിയ ആഗ്രഹമാണ് അവിടെ പോയി പഠിക്കാൻ വേണ്ടി. അവിടെ ചെന്നാൽ നിനക്ക് കേരളത്തിൽ പഠിക്കാനായിരിക്കും തോന്നുന്നത്. അയ്യോ, അതെന്നെ അങ്ങനെ പറഞ്ഞേ? അതൊക്കെ അവിടെ ചെന്നുമ്പോൾ നിനക്ക് മനസ്സിലായിക്കോളും. അല്ല, നീ ഏത് യൂണിവേഴ്സിറ്റിയിലാ പഠിക്കാൻ പോകുന്നത്? അത് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അവിടെ ചെന്നിട്ട് തീരുമാനിക്കാനാ പ്ലാൻ. ഓ, ആണോ? കൺമണി ഇറങ്ങാറായി. ഓ, എത്തിയോ? എന്നാ പിന്നെ ശരി, ഞങ്ങൾ എന്നാ പിന്നെ അങ്ങോട്ട് നടക്കട്ടെ, അല്ലെങ്കിൽ തിരക്കായിരിക്കും. ഓക്കെ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ വേണ്ടി മതി കേട്ടോ. ആ, നീയും അയാളായിട്ട് നല്ല കമ്പനിയാണല്ലോ.
You look so beautiful. എന്നാലും നീ എന്നെ നാട്ടിൽ വിളിച്ചില്ലല്ലോടാ. ഞാൻ എവിടെ ഉണ്ടായിരുന്നില്ല. നിനക്ക് എന്നാ ഒരു വാക്ക് വിളിച്ചൂടായിരുന്നോ? എന്ത് നീ എന്നെ പറഞ്ഞ എനിക്ക് ബിസിയാണ്, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റൂലെന്ന്. എന്നിട്ട് നീ എന്നെ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? ആരാടാ പറഞ്ഞ ബിസിന്ന്? എടാ എനിക്ക് പറഞ്ഞായിരുന്നു. നിനക്ക് ലീവ് ഇല്ലായിരുന്നല്ലോ, ഞങ്ങൾ വെക്കേഷന് പോയതല്ലേ. നീ പോന്നുള്ളെന്ന് പറഞ്ഞാലേ ഞാൻ ലീവ് എടുത്ത് അങ്ങോട്ട് വന്നേനെ. ആ അതിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ, ഞങ്ങള് പോയില്ലേ. അയ്യോ എന്റെ സാമ്പാർ, എന്റെ ചോറ്, പപ്പട, പുളിശ്ശേരി, പിന്നെ ബാക്കി എന്താണെന്നറിയില്ല. ഞാനിതന്നെ വാങ്ങിക്കാൻ പറഞ്ഞില്ല, ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞായിരുന്നു. ഞാൻ വരുമ്പോ അതൊക്കെ നിങ്ങൾ കൊണ്ട് തിന്നില്ലടോ. പോട്ടെ അടിയാ, കാര്യമില്ല. ആ കൂടെ വന്നതാ, അത് ആരെങ്കിലും ആകട്ടെ. നീ വാ, വണ്ടി കേൾക്ക്. ഓ, ഒരു പെണ്ണിന്റെ കാര്യം ചോദിക്കുമ്പോ നിനക്ക് എന്നാ ഇങ്ങനെ? ആന്റി അങ്കിൾ നിന്നെ വിളിച്ചായിരുന്നു, എന്നിട്ട് നിങ്ങൾ രണ്ടും എടുത്തില്ലെന്ന് പറഞ്ഞു. അതോ ട്രെയിനില് നെറ്റ് ഇല്ലായിരുന്നു? ഓ ഇതൊക്കെ പറഞ്ഞു. സത്യം പറയാടാ, നീ ആ പെണ്ണുങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കുവല്ലോ. എടാ ആണെങ്കിൽ നിനക്ക് എന്നാടാ, വണ്ടി എടുക്കടാ. എടി ഇനി എങ്ങോട്ടാ പോണ്ടത്? എനിക്കറിഞ്ഞൂടാ, എനിക്ക് വിശക്കുന്നുണ്ട്. നമുക്ക് പോയി ഏതെങ്കിലും ഹോട്ടലിൽ കയറാം. ഓക്കെ, എന്നാ അവിടെ കയറാം. അറിയാതെ ഞാനിത് ഏതൊരു സോങ് ഇട്ടിട്ടത്, നമ്മുടെ ആദ്യ വീഡിയോ ഇട്ടത് ബ്ലോക്ക് അടിച്ചു. അതുകൊണ്ട് ഞാനിപ്പം കോപ്പിറൈറ്റ് മാറ്റാൻ വേണ്ടി എഡിറ്റ് ചെയ്തിട്ട് ഇടുവാണ്. അപ്പോൾ അതുകൊണ്ട് എന്നാ പറയുക, നമ്മുടെ എഡിറ്റിംഗ് ഇത്തിരി കുളമായിപ്പോയായിരുന്നു. സാരില്ല, നമ്മൾ ഇടുവാണ്. ആൻഡ് ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും അടിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഞാൻ പോവുകയാണ്. ബൈ.